Students, today we are discussing some notable MCQs from ecosystem. Ecosystem means the functional unit of nature. Okay, first question. Vertical distribution of different species occupying different levels is. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. നമ്മുടെ ലൈഫിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് പോലെ ഇക്കോളജിയുടെ അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റാണ് ഇക്കോസിസ്റ്റം. ഈ ഇക്കോസിസ്റ്റം എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത A.J. ടാൻസ്ലിയാണ് 1935. അപ്പോൾ ഒരു ഇക്കോസിസ്റ്റത്തിൽ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്, ബയോട്ടിക് ആൻഡ് എബയോട്ടിക്. അപ്പോൾ എബയോട്ടിക് എന്ന് പറയുമ്പോൾ അത് സോയിൽ വരാം, വാട്ടർ വരാം, ലൈറ്റ്, ടെമ്പറേച്ചർ, ന്യൂട്രിയൻസ്, ഇതെല്ലാമാണ് എബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ഫാക്ടേഴ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻറ്റു 3. അതായത് പ്രൊഡ്യൂസർ, അത് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. കൺസ്യൂമേഴ്സ്, അത് ആനിമൽസ് ആയിരിക്കും. ഡീകമ്പോസേഴ്സ്, അത് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ് സ്പീഷീസ് കോമ്പോസിഷനും അതുപോലെ സ്ട്രാറ്റിഫിക്കേഷൻ. സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ വെർട്ടിക്കൽ ലെയറിങ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറൻറ്റ് സ്പീഷീസ് ഓക്കുപ്പൈ ഡിഫറൻറ്റ് ലെവൽസ്. അതായത് നമ്മൾ സോയിൽ പ്രൊഫൈൽ പോലെ ഏകദേശം വരും. അതുകൊണ്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ബേസിൽ കാണുന്ന ഗ്രാസ്, പിന്നെ ഹെർബ്സ്, ഷബ്സ്, ട്രീസ്, ഈ ലെവലാണ്. ഇതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ ബി ആണ്, സ്ട്രാറ്റിഫിക്കേഷനാണ്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞോ ഈ ഇക്കോസിസ്റ്റത്തിലെ, അതായത് ലിവിങ് മെറ്റീരിയൽ, അതായത് ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല പല ട്രോഫിക് ലെവൽസ് ഉണ്ട്. ആ ഓരോ ട്രോഫിക് ലെവലിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ കാണുന്ന ലിവിങ് മെറ്റീരിയൽ, ഓരോ ട്രോഫിക് ലെവലിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ കാണുന്ന ലിവിങ് മെറ്റീരിയലിൻ്റെ അളവിനെയാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വിളിക്കുന്നത്. പിന്നെ സ്പീഷീസ് റിച്ച്നെസ്, അതായത് വെറൈറ്റി ഓഫ് സ്പീഷീസ്, അതായത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ റീജിയൻ, അതാണ് സ്പീഷീസ് റിച്ച്നെസ്. സ്പീസിയേഷൻ മീൻസ് ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്, പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതിനെയാണ് സ്പീസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി റേറ്റ് അറ്റ് വിച്ച് സൺലൈറ്റ് ഈസ് ക്യാപ്ചേർഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് for the synthesis of energy rich organic compounds through photosynthesis refers to. അതായത് ഓപ്ഷൻസ്: പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ അതിൽ ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബയോമാസ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ, പർട്ടിക്കുലർ ടൈപ്പ് ബൈ പ്ലാന്റ്സ്, ഇതിനെ പറയുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പർട്ടിക്കുലർ ഏരിയ, പർട്ടിക്കുലർ ടൈപ്പ് ബൈ ഗ്രീൻ പ്ലാന്റ്സ്, സിന്തസിസ് ഓഫ് ബയോമാസ്, അതല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ, അതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദി റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബയോമാസ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. ദി റേറ്റ് ഓഫ് ബയോമാസ് ഫോർമേഷൻ ബൈ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്, അതാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ദെൻ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ദി റീസിന്തസിസ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ by consumers, re-synthesis of organic material by consumers, അതാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷനെയാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദി റേറ്റ് അറ്റ് വിച്ച് sunlight is captured by producers for the synthesis of
ഓർഗാനിക് മെറ്റീരിയൽ അല്ലെങ്കിൽ എനർജി റിച്ച് കോമ്പൗണ്ട്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ആൻസർ വരുന്നത് ഡി, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ soluble inorganic nutrients go down into the soil and get precipitated as unavailable salts by the process called. Options: catabolism, decomposition, leaching, humification. അപ്പോൾ ഇത് ഡീകമ്പോസിഷൻ എന്ന പ്രോസസ്സിൻ്റെ സ്റ്റെപ്സാണ്. ആ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദി ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽസ് into simpler forms by decomposers or detritivores. അതിനെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അതിന് 5 സ്റ്റെപ്സ് ഉണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന 5 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീച്ചിങ്, തേർഡ് കാറ്റാബോളിസം, ഫോർത്ത് ഹ്യൂമിഫിക്കേഷൻ, ലാസ്റ്റ് വൺ മിനറലൈസേഷൻ. അത് കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽ അവസാനം അത് പഴയതുപോലെ മിനറൽസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡെട്രിറ്റിവോസ്. അതാണ് ഡീകമ്പോസിഷൻ. അപ്പോൾ അതിലെ ഏത് സ്റ്റെപ്പാണ്? അതായത് ഇവിടെ ആൻസർ വരുന്നത് ലീച്ചിങ് ആണ്. ആൻസർ എന്താണ്? ലീച്ചിങ്. അതായത് നമ്മൾ ഓർഡർ പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഫ്രാഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ലീച്ചിങ്, രണ്ടാമത്താണ് ലീച്ചിങ്, മൂന്നാമത്തത് കാറ്റാബോളിസം. കാറ്റാബോളിസം എന്ന് പറയുമ്പോൾ എൻസൈമാറ്റിക് ആക്ഷനാണ്. ഹ്യൂമസ് ഫോം ചെയ്യുന്നതാണ് ഹ്യൂമിഫിക്കേഷൻ, മിനറൽസ് ആയിട്ട് മാറുന്ന മിനറലൈസേഷൻ. ഇവിടെ ആകുമ്പോൾ എന്താണ്? വാട്ടർ സോളിബിൾ ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഗോ ഡൗൺ ഇൻ ടു ദി സോയിൽ ആൻഡ് ഗെറ്റ് precipitate as. ശ്രദ്ധിക്കേണ്ടത് അൺഅവൈലബിൾ സോൾട്ട്സ്. ഇതാണ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The rate of decomposition of detritus is dependent on. Detritus എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസ്, അതിനാണ് detritus എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയും ആ ഡീകമ്പോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതായത് ഡീകമ്പോസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഡെട്രിറ്റസും ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും ന്യൂട്രിയൻ സൈക്കിൾ, ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഡെട്രിറ്റസും ക്ലൈമാറ്റിക് ഫാക്ടേഴ്സുമാണ്. അതായത് കെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഡെട്രിറ്റസിനകത്ത് ലിഗ്നിനും അതുപോലെ തന്നെ കൈറ്റിനും ഉണ്ടെങ്കിൽ പ്രോസസ്സ് സ്ലോ ആയിരിക്കും. ഏതൊക്കെയാണ്? ലിഗ്നിനും കൈറ്റിനും ഉണ്ടെങ്കിൽ ആ പ്രോസസ്സ് സ്ലോ ആയിരിക്കും. അതേസമയം നൈട്രജനും ഷുഗറും ഒക്കെ ആണെങ്കിൽ അത് ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് എന്തായിരിക്കും? അതിനെ ഫേവർ ചെയ്യും. അതേസമയം അനോറോബിക് കണ്ടീഷൻ അതിനെ സ്ലോ ചെയ്യും. അപ്പോൾ ആൻസർ ഇതിനകത്ത് വരുന്ന എയും ബിയുമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിരമിഡ് ഓഫ് നമ്പർ ഈസ് ഇൻവേർട്ടഡ് ഇൻ. അതായത് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസർ കൺസ്യൂമർ കോമ്പിനേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. ഈ ഇക്കോളജിക്കൽ പിരമിഡ് 3 തരത്തിലാണ്. അത് പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് എനർജി. ഇനി ആ പിരമിഡിൻ്റെ പൊസിഷൻ അനുസരിച്ച്, അതായത് നമ്മളതിനെ അപ്രൈറ്റ്, ഇങ്ങനെ കാണുന്നതിന് അപ്രൈറ്റ് എന്നും തിരിച്ചാണെങ്കിൽ ഇൻവേർട്ടഡ് എന്ന് പറയും. അപ്പോൾ ഈ പിരമിഡിൻ്റെ ബേസിൽ എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കും, ടോപ്പിൽ കൺസ്യൂമർ ആയിരിക്കും. ഇതിനകത്ത് ഡീകമ്പോസേഴ്സ് വരില്ല. അപ്പോൾ ഇവിടെയും പ്രൊഡ്യൂസർ തന്നെയായിരിക്കും കൺസ്യൂമർ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൂടുതലാണെങ്കിൽ അത് അപ്രൈറ്റ് ആയിരിക്കും. അതേസമയം എന്താണ്? കൺസ്യൂമേഴ്സ് കൂടുതലാണെങ്കിൽ അത് ഇൻവെർട്ടഡ് ആയിരിക്കും. ഇങ്ങനെ 2 തരത്തിലുള്ള പിരമിഡാണ് കാണുന്നത്. ഓക്കെ, അപ്രൈറ്റും അതുപോലെ ഇൻവെർട്ടഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിരമിഡ് ഓഫ് നമ്പർ ഇൻവെർട്ടഡ് ഇൻ. അതായത് ഈ നേരത്തെ പറഞ്ഞ 3 പിരമിഡുകൾ, പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. ഈ 3 പിരമിഡിൽ പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തായിരിക്കും? ഏത് ഇക്കോസിസ്റ്റം എടുത്താലും പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റ് ആയിരിക്കും. കാരണം ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ എനർജി കുറഞ്ഞ
ആയിട്ടാണ് പോകുന്നത്. മുകളിലോട്ട് പോകും തോറും അത് കുറഞ്ഞായിരിക്കും പോകുന്നത്, കൺസ്യൂം ചെയ്ത് കുറഞ്ഞ രീതിയിലായിരിക്കും. അതിനെയാണ് നമ്മൾ 10% ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. മറ്റത്തെ ഇക്കോസിസ്റ്റം അനുസരിച്ച് മാറും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. ഈ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ എല്ലാ പിരമിഡും, അതായത് പിരമിഡ് ഓഫ് നമ്പർ ആണെങ്കിലും പിരമിഡ് ഓഫ് ബയോമാസ് ആണെങ്കിലും എനർജി ആണെങ്കിലും അപ്രൈറ്റ് ആയിരിക്കും. അവിടെ 3 പിരമിഡും അപ്രൈറ്റ് ആയിരിക്കും. ഇനി നമുക്ക് പോണ്ട് ഇക്കോസിസ്റ്റം എടുക്കാം. ഈ പോണ്ട് ഇക്കോസിസ്റ്റവും അതുപോലെ സീ ഇക്കോസിസ്റ്റവും സിമിലർ, ഒരേപോലെ ഇരിക്കും. അവിടെ പിരമിഡ് ഓഫ് ബയോമാസ് മാത്രം ഇൻവെർട്ടഡ് ആയിരിക്കും. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവെർട്ടഡ് ആയിരിക്കും. പിരമിഡ് ഓഫ് നമ്പറും എനർജി അപ്രൈറ്റ് ആയിരിക്കും. ട്രീ ഇക്കോസിസ്റ്റം എടുക്കുമ്പോൾ പിരമിഡ് ഓഫ് നമ്പർ എന്തായിരിക്കും? ഇൻവെർട്ടഡ് ആയിരിക്കും. പിരമിഡ് ഓഫ് നമ്പർ ഇൻവെർട്ടഡ് ആയിരിക്കും. പിരമിഡ് ഓഫ് ബയോമാസ് അത് അപ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോദ്യം പിരമിഡ് ഓഫ് നമ്പർ ഇൻവെർട്ടഡും അതും കാണുന്നത് ട്രീ ഇക്കോസിസ്റ്റത്തിലാണ്. കാരണം അവിടെ നമ്പർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ നമ്പർ 1 ഒരു ട്രീ ആണ്. അതാണ് കാരണം. അത് എന്തായിരിക്കും? 1 ആയിരിക്കും, പക്ഷേ കൺസ്യൂമേഴ്സിൻ്റെ നമ്പർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് ഇൻവെർട്ടഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദി ഡീപ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് എനർജി ട്രാപ്പിംഗ് പ്രോസസ്സാണ്. അതായത് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. അപ്പോൾ ആ സോളാർ എനർജിയെ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് പ്ലാന്റ്സ് ട്രാപ്പ് ചെയ്യുന്നു. അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് അത് കൺസ്യൂമർ ലെവലിലോട്ട് എത്തുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ ഈ ഡീപ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം അവിടെ മാത്രം ഫോട്ടോസിന്തസിസ് അല്ല, പകരം കീമോസിന്തസിസ് ആണ്. കീമോസിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? കീമോസിന്തറ്റിക് ബാക്ടീരിയ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഫുഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഡീപ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റത്തിൽ കീമോസിന്തറ്റിക് ബാക്ടീരിയയാണ് അവിടുത്തെ പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ബാക്കി എല്ലായിടത്തും ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അതെന്താണ്? ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് പ്ലാന്റ്സ് ആകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 20 joule of energy is trapped at producer level, then how much energy will be available to peacock as food in the following chain? അതായത് ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ആയിട്ട് ബാക്കിയായിട്ട് വരുന്നതാണ്. അതായത് എന്താണ്? 10% ലോ അനുസരിച്ചുള്ള ക്വസ്റ്റ്യനാണ്. 10% ലോ, അതായത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലോട്ട് നേരത്തെ ട്രാപ്പ് ചെയ്ത 10% മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെവൽ ഇപ്പോൾ പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ എത്ര കിട്ടുന്നു? 20% കിട്ടുന്നു. അത് അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ 10% പോകത്തുള്ളൂ. അപ്പോൾ എത്രയായിരിക്കും? അടുത്തതിലോട്ട് പോകുമ്പോൾ എത്ര? ഇതിൻ്റെ 10%, അതായത് 0.2%. അടുത്ത ലെവലെന്ന് പറയുമ്പോൾ 0.02% ആയിരിക്കും. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ ഇവിടെ 4th ലെവലെന്ന് പറയുമ്പോൾ 0.02 ജൂൾ ആയിരിക്കും പീകോക്കിന് അവൈലബിൾ ആകുന്ന എനർജി. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? 10% ലോയെ ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കീ ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ദി ഇക്കോസിസ്റ്റം, അതായത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചറാണ്. അതിൻ്റെ കീ ഫങ്ഷണൽ ആസ്പെക്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്ലിംഗ്. അപ്പോൾ ഈ 4 ആസ്പെക്ട്സും ഏതിൻ്റെ ഭാഗമാണ്? ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പ്രൊഡക്ടിവിറ്റി പറഞ്ഞു. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർമേഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ, അതാണ് പ്രൊഡക്ടിവിറ്റി. ഡീകമ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് ഇൻറ്റു സിംപ്ലർ ഫോംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡെട്രിറ്റീവോസ്. അപ്പോൾ ഫോം ചെയ്യണം, ഓർഗാനിക് മെറ്റീരിയൽ ഫോം ചെയ്യണം ഒരു ഇക്കോസിസ്റ്റത്തിൽ, അതുപോലെ അത് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അത് സിംപ്ലർ ഫോമായിട്ട് മാറുന്നത്.
പിന്നെ എനർജി ഫ്ലോ, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺലൈറ്റാണ്. അത് യൂണിയൻ ഡയറക്ഷനിലാണ്. അത് ഫോളോ ചെയ്യുന്ന 10% ലോയാണ്, അതും പറഞ്ഞു. പിന്നെ ന്യൂട്രിയൻ സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ ദി മൂവ്മെൻറ്റ് ഓഫ് ന്യൂട്രിയൻസ് വേരിയസ് കമ്പോണൻസ് ഓഫ് എൻ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിൽ പല പല കമ്പോണൻസിലൂടെയുള്ള ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ന്യൂട്രിയൻ്റ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. അത് ഗേഷ്യസ് സൈക്ലിങ്ങുമുണ്ട്, അതുപോലെ തന്നെ സെഡിമെൻ്ററി സൈക്ലിങ്ങുമുണ്ട്. ഇപ്പോൾ കാർബൺ എന്നൊക്കെ പറയുന്നത് ഗേഷ്യസ് സൈക്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സൾഫറും ഫോസ്ഫറസും ഒക്കെ എന്താണ് സെഡിമെൻ്ററി സൈക്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ 4 ഏതിൻ്റെ ഭാഗമാണ്? ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആൻസർ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The annual net primary productivity of organic matter in the whole biosphere is approximately. അപ്പോൾ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഗ്രോത്ത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോത്ത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ പ്രൊഡ്യൂസേഴ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് റെസ്പിറേഷൻ, അതായത് മെറ്റാബോളിക് ആക്ടിവിറ്റീസിന് എന്തുമാത്രം എനർജി ആവശ്യമാണ് അത് പോയിട്ട് വരുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആനുവൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ദ ഹോൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത് 170 ബില്യൺ ടൺസ് ആണ്. 170 ബില്യൺ ടൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not true about ecological pyramid? അപ്പോൾ ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇക്കോസിസ്റ്റമാണ്. ആ ഇക്കോസിസ്റ്റത്തിൽ വരുന്ന പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസ് ഇത്രയും ഉണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഏതിനെ മാത്രമാണ്? പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും മാത്രമാണ്. ഡീകമ്പോസേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഇക്കോളജിക്കൽ പിരമിഡ്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ് അസ്യൂംസ് എ സിമ്പിൾ ഫുഡ് ചെയിൻ. അത് ശരിയാണ്. ഒരു ഫുഡ് ചെയിനെ ഫുഡ് വെബിനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ഒരു സിമ്പിൾ ഫുഡ് ചെയിനാണ്. പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസർ. അപ്പോൾ ഇതിനകത്ത് ഏത് വരുന്നില്ല? ഡീകമ്പോസർ വരുന്നില്ല. ഫുഡ് ചെയിനാണ്, ഒരിക്കലും ഫുഡ് വെബ് അല്ല. അത് കറക്റ്റാണ്. അതുപോലെ സാപ്രോഫൈറ്റ്സ് ആർ നോട്ട് ഗിവൺ എനി പ്ലേസ് ഇൻ ദി ഇക്കോളജിക്കൽ പിരമിഡ്. അതായത് ഡീകമ്പോസേഴ്സിന് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടില്ല. അതും കറക്റ്റാണ്. ഇറ്റ് വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ചാൾസ് എൽട്ടൺ. ചാൾസ് എൽട്ടൺ ആണ് ഇക്കോളജിക്കൽ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ, സം ഓർഗാനിസംസ് ബിലോങ് ടു 2 or more trophic levels ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ പിരമിഡ്സ്. അതായത് ഒരു ഇക്കോസിസ്റ്റം, അതായത് ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് 4 ട്രോഫിക് ലെവൽസാണ് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 4 ലെവലേ വരുന്നുള്ളൂ. കാരണം അതിനപ്പുറത്തോട്ട് എനർജി വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എനർജിയെ പാസ് ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ 10% ലോ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ സാധാരണ രീതിയിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനും 4 ട്രോഫിക് ലെവലിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ട്രോഫിക് ലെവലിൽ ഈ ഹ്യൂമൻ ബീയിങ് പോലുള്ള ഓർഗാനിസത്തിനെ ഒരു പർട്ടിക്കുലർ ട്രോഫിക് ലെവലിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ പല ലെവലിനകത്ത് വരുന്നുണ്ട്. അതാണ് ഈ ഇക്കോളജിക്കൽ പിരമിഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് സം ഓർഗാനിസംസ് ബിലോങ് ടു 2 or more ട്രോഫിക് ലെവൽസ് ആർ ടേക്കൺ. അല്ല, ആർ നോട്ട് ടേക്കൺ. ഇവിടെ നോട്ട് കൂടെ വേണം. നോട്ട് ടേക്കൺ ഇൻറ്റു അക്കൗണ്ട് ഫോർ പിരമിഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസാണ്. ഇതുപോലെ സിമിലറായിട്ട് ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.